Good morning, sir. Yes, good morning. Okay, Arya, good morning. Jessica, good morning. Kirtana, good morning. Good morning, sir. Yes, good morning. Okay, Shanjo, good morning. Yes, let us start. Arabishalam. Okay, Shanjo. Okay. Very good. Okay. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ സിമ്പിൾ നമ്മൾ ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ആ ടെൻസിന് വ്യത്യസ്തമായിട്ട് എവിടെയെങ്കിലും ഒക്കെ വാചകങ്ങൾ കാണുമ്പോൾ അതിന് പാസീവ് വോയിസ് ആണെന്നുള്ള കാര്യം ഓർക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിലാണ് സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞത്. യെസ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ V3 മൂന്നാമത്തെ ഫോം എഴുതുന്നു. ഇതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചത്. സിമ്പിൾ പാസ്റ്റിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് അതിന് പാസീവ് വോയിസ് എഴുതുന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് നമ്മൾ ഒരെണ്ണം ചെയ്തുകൊണ്ട് നോക്കിയുള്ളൂ. മാക്ബത്ത് കിൽഡ് ഡാൻഗൻ ആ കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണെന്ന് തോന്നുന്നു. Am I right? ഒരെണ്ണമല്ലേ നമ്മൾ ചെയ്തത് അതിനകത്ത്? നോക്കി. Macbeth killed Duncan. Yes. Okay. Yes. ആ ഒരെണ്ണമല്ലേ നമ്മൾ ചെയ്തോളൂ. Macbeth killed Duncan. യെസ്. അപ്പൊ നമുക്ക് അടുത്തിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഇതൊന്ന് മറന്നു പോയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ, ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോട് ചെയ്യാം. ഒരു ഓർമ്മ എഴുതിക്കോട്ടെ. ഷീ പാസീവ് വേർഡ്സ് ആണോ? അതിന് പാസീവ് വേർഡ്സ്. ഷീ ലുക്ഡ് ആഫ്റ്റർ, LOOKED, ലുക്ഡ് after, AFTER, after the baby, BABY, baby. ഇത് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഒരെണ്ണമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് കൺഫ്യൂഷൻ വന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈ
നമുക്ക് അടുത്ത ടെൻഷനോട് പോകാം. അപ്പൊ അതങ്ങനെ വിട്ടേക്കട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മൾ 2 ടെൻഷനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ അടുത്ത ടെൻഷനോട് പോവുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ അത് വേണ്ട. ഓക്കെ, ഞാൻ വേറൊരു വാചകം പറയാം, അത് ചെയ്യാൻ മതി. We will build, 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 yes. ഈ ടെൻഷൻ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് 3 ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് സിമ്പിൾ പ്രസന്റ്, അടുത്ത സിമ്പിൾ പാസ്റ്റ്, പിന്നെ നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് സബ്ജക്ട് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് സബ്ജക്ട് എഴുതി വാസ്റ്റ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുക പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് സബ്ജക്ട് എഴുതി വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി ബി എഴുതി പിന്നെ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ 3ാമത്തെ ഫോം ഉപയോഗിക്കുന്നു. അപ്പൊ അത് 3ഉം പറഞ്ഞതാണ്. അടുത്തൊരു വാചകം നോക്കി. They are singing, SINGING, singing the song. Singing the song. ഈ ടെൻസ് എഴുതിയിട്ടുണ്ടോ? പ്രസന്റ് കണ്ടിന്യൂസ് ഇല്ല, അതൊന്നും കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് വെരി ഗുഡ്. ഓക്കെ, ജസ്റ്റ് അതിനെ പറഞ്ഞോളൂ. They are singing the song എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ടെൻസ്? ഏതാണ് ടെൻസ്? ഓക്കെ, ജസ്റ്റ്
എന്താ എത്ര നേരമായിട്ടൂല്ലേ ജോയിൻ ചെയ്യാത്ത സാറ്? യെസ്, നെറ്റ് പോയതാണ്. ഹലോ, എല്ലാവരും പോയാ? ഓക്കെ. സനില, സഫീർ ചോദിച്ച പോലെ നിൽക്കണോ അതോ പോകണോ എന്ന് ചോദിച്ചാൽ it is because of the net issue. Okay, let us come to the point. അപ്പൊ നമ്മളിവിടെ നേരത്തെ ഒരു ചോദ്യം ആരോടാണ് ചോദിച്ചത്? ജസ്റ്റിനോടാണ് ചോദിച്ചത് തോന്നുന്നു. They are singing the song. അപ്പൊ ഏതാണ് ടെൻസ്? നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസുകളിൽ നാലാമത്തെ ആയിട്ട് വരും. നീ ഒന്ന് പറഞ്ഞു, ഏതാണ് ടെൻസ്? ഓക്കെ സൗമ്യ. സൗമ്യൊക്കെ വന്നാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, പിന്നെ ing. അപ്പൊ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. പക്ഷേ അപ്പൊ നമുക്കറിയാം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് പിന്നെ വെർബ് വരും, അതിന്റെ കൂടെ ing ഉണ്ടാവും. പക്ഷെ ഇതല്ലാതെയും വരും. അത് ഏത് വന്നതാണ്? ഈ ടെൻസിന്റെ പാസീവ് വോയിസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഓബ്ജക്റ്റ് എഴുതുന്നു. ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് എന്ന് പറയുന്നത് പുതിയൊരു വേർഡാണ്. BEING, ബീയിങ്. അത് കഴിഞ്ഞിട്ട് വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വേറെ ഒന്നുകൂടി പറയാം. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച്. ഓക്കെ ജസ്റ്റ്. ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. അത് കഴിഞ്ഞതിന് ശേഷം BEING, ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ദെൻ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ജസ്റ്റ് ഒരു ചെറിയ മിസ്റ്റേക്ക് കൂടി, ഒരു ചെറിയ മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്താൽ നോക്കി. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് വരാം. നോക്കി, ആൻസറിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ അവർ
പാട്ട് പാടുകയാകുന്നു. അപ്പൊ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇപ്പൊ കറക്റ്റ് സനില നോക്കി. എന്ത് പാടുന്നു? പാട്ട് പാടുന്നു. ദ സോങ്. അത് നമുക്ക് ഓബ്ജക്റ്റ് കിട്ടി. ദിസ് സോങ് ഒരെണ്ണമുണ്ട്. അപ്പൊ ഈ സുഖിലുണ്ട്. നില മറിച്ച് അവിടെ സോങ്സ് എന്ന് അംഗീകരിക്കും. അപ്പൊ ഇവിടെ ആറുണ്ട്. യെസ്. അപ്പൊ ദി സോങ് ഈസ് ബീയിങ്. BEING. ബീയിങ്. ഓക്കെ. ഇനി വേണ്ടത് സിംഗ് എന്നുള്ള സിംഗിങ്ങിൽ അതിന്റെ മൂന്നാമത്തെ സിംഗിങ് എടുക്കുക. സിംഗ്, സാങ്, സങ്. SUNG. സങ്. SUNG. ഓക്കെ. SUNG ആണ്. അപ്പൊ നമുക്കിത് വരാം. ദ സോങ് ഈസ് സങ്. SUNG. സങ് ബൈ ദ സോങ് ഈസ് സങ് ബൈ ദ. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ആണ്. ആ ടെൻസിലെ വാചകത്തെ പാസീവ് വോയിസിലോട്ട് മാറ്റി എഴുതിയിരിക്കുന്നതാണ് എന്ന് ചിന്തിക്കുക. പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് നോക്കാം. They are eating, EATING, eating fruits, FRUITS, fruits. Now, NOW, now. They are eating fruits now. Yes, they are eating fruits now. അവരിപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. They are eating fruits now. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. ജസ്റ്റ് അതൊന്ന് നോക്കി. ജിനി, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നതില്. ഓക്കെ സഫീറ. കറക്റ്റ് ഒക്കെയാണ്. പക്ഷെ അതോടെ തെറ്റിക്കൊണ്ട് മാത്രമേ ഉള്ളൂ. ഓബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, ബീയിങ്, പിന്നെ വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ അതിൻ്റെ അകത്ത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അത്. അപ്പൊ ഞാൻ ആൻസറിലേക്ക് വരാം. നോക്കി. They are eating fruits now. ചെറിയൊരു അശ്രദ്ധ തോന്നുന്നുണ്ട്. നോക്കിയോ. ഫ്രൂട്ട്സ് എന്ത് കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സ്. അപ്പൊ അത് ഓബ്ജക്റ്റ് കിട്ടി. ഇനി എന്താ വേണ്ടത്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ജസ്റ്റ് ഇടയിൽ അതുണ്ടാ നോക്കിയേ. ഫ്രൂട്ട്സ് കഴിഞ്ഞിട്ട് ഇല്ല. അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. അപ്പൊ ഫ്രൂട്ട്സ് അത് കഴിഞ്ഞതിന് ശേഷം വിട്ടുപോയതാണ്. ഓക്കെ. ARE. ഫ്രൂട്ട്സ് അല്ലേ, ഒരു കൂടുതലല്ലേ. അപ്പൊ ഫ്രൂട്ട്സ് ആർ BEING. ബീയിങ്. ഈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈറ്റൻ. ഫ്രൂട്ട്സ് ആർ ബീയിങ് ഈറ്റൻ. പിന്നെ അതിനകത്ത് നൗ എടുക്കുന്നുണ്ട്, അത് കൂടി എഴുതിയിട്ട്. ആർ ബീയിങ് ഈറ്റൻ നൗ ബൈ. ഓക്കെ ജിനി, ഇപ്പൊ കറക്റ്റ്. ഫ്രൂട്ട്സ് ആർ
being eaten now by them. Next, someone is. Okay, Salila, correct. Next, someone is teaching them, TEACHING, teaching them at present, PRESENT. Someone is teaching them at present. Yes. Someone is teaching them at present. Okay. Object കണ്ടുപിടിക്കുക. Object കണ്ടുപിടിക്കുന്നതിൽ തെറ്റ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. What or whom? ഈ ചോദ്യത്തിന് ഉത്തരമായിരിക്കും ഒബ്ജക്റ്റ്. വേറെ എന്ത് കണ്ടു കഴിഞ്ഞാലും ഓക്കെ സൗമ്യ കറക്റ്റ്. ഓക്കെ സലീല. ഓക്കെ സഫീദ. ഓക്കെ ജിനി. ഓക്കെ ജിസ്ക ഒരു അറ്റ് വിളിച്ചു അറ്റ് കത്തു. യെസ്. യെസ്, ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. He is making paper boards, BOATS. He is making paper boards now. He is making paper boards now. Okay. Same tense ആണ്. Passive voice എഴുതുക. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ യെസ്. പേപ്പർ ബോർഡ്സ് BOATS ഇതിലാണ് 6 നമുക്ക് വീഡിയോ. ഓക്കെ ഇനി ഓക്കെ സനില. ഓക്കെ സൗമ്യ. ഓക്കെ സഫീദ. ഓക്കെ. അപ്പൊ ഞാൻ വളരെ എളുപ്പത്തിലുള്ള വാചകങ്ങളാണ് പറഞ്ഞത്. ഞാനൊരു ഒന്ന് ചിന്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. Yes. Nobody is NOBODY. Nobody is
teaching me, T-E-A-C-H-A-N-G, teaching me. Now, N-O-W. I will repeat the question. Nobody is teaching me now. ആരും ഇപ്പോൾ എന്നെ പഠിപ്പിക്കുകയാകുന്നില്ല. ഇന്നിപ്പോൾ ആരും പഠിപ്പിക്കുകയാകുന്നില്ല. Nobody is teaching me now. രണ്ട് രീതിയിൽ ചെയ്യട്ടോ. നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് വിട്ടു തരികയാണ്. നിങ്ങൾ ചെയ്യാം. ചെയ്തിട്ട് തെറ്റട്ടെ. ഇത് പുതിയ കറക്റ്റ് ചെയ്യാം. Nobody is. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ജസ്റ്റ് ആ ഒബ്ജക്റ്റ് കണ്ടെത്തിയതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ആരെ അല്ലെങ്കിൽ എന്ത്. ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഒബ്ജക്റ്റ്. നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നാണ്. അപ്പൊ അങ്ങനെ ഇപ്പോൾ എന്ന് പറയുന്ന ഉത്തരം ലഭിക്കണമെങ്കിൽ ചോദ്യം എന്തായിരിക്കണം? എപ്പോൾ എന്ന് ചോദിക്കണം. അതിന്റെ ആൻസർ ഒബ്ജക്റ്റ് അല്ല. എപ്പോഴും ഒബ്ജക്റ്റ് ഒരു ഹൈഫൺ ചെയ്ത് വാട്ട് ഓർ ഹും. ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ചോദ്യങ്ങളുടെ ആൻസർ ആണ് ഒബ്ജക്റ്റ്. യെസ്, നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് പോരട്ടെ. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി പിടിച്ചത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന വാചകങ്ങളാണ്. സിമ്പിൾ ആണ്, എളുപ്പമാണ്. ഓക്കെ, സരില, വെരി ഗുഡ്. യെസ്, വേറെ ആരെങ്കിലും? യെസ്. അപ്പൊ ആരും അങ്ങോട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഉത്തരത്തിലോട്ട് വരികയാണ്. ഓക്കെ, നോബഡി ഈസ് ടീച്ചിങ് മീ നൗ. ആരും ഇപ്പോഴെന്നെ പഠിപ്പിക്കുകയാകുന്നില്ല. ജിനി, സംഗതിക്ക് കറക്റ്റാണ്. പക്ഷെ യു എവിടെ നിന്ന് കിട്ടി? യു അത് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആരെ പഠിപ്പിക്കുക? എന്നെ. അപ്പൊ എന്നെ എന്ന് പറയുന്ന വേർഡ് മീ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. മീ ഈസ് ദ ഒബ്ജക്റ്റ്. നമുക്കൊരു മീ എന്ന് വെച്ച് ആരംഭിക്കാൻ പറ്റിയ സെന്റൻസ്. അപ്പൊ അതിന് പകരം മീ എന്നുള്ളത് എന്താക്കുക? ഐ എന്നാക്കാം. ഐ. അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി ഐ. ഇനി ബാക്കി നിങ്ങൾ ചെയ്തു. ഐ. ഇനി ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട് ഐ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു ആശയപരമായ മിസ്റ്റേക്ക് ഇപ്പൊ ഉണ്ട്. ഇനി സംഗതി കറക്റ്റാണ്. ആശയപരമായ സംഗതിന്റെ ഇത് കിടപ്പുണ്ട്. ഒന്നും കൂടി ഒന്ന് നോക്കി.
നമ്മൾ പാസീവ് വോയിസ് എഴുതി കഴിഞ്ഞപ്പോൾ കിട്ടുന്ന അർത്ഥവും പാസീവ് വോയിസ് എഴുതാൻ വേണ്ടി നമ്മൾ എടുത്ത സെന്റൻസിന്റെ അർത്ഥവും സെയിം ആണെന്ന്. യെസ്. ആ, നോബഡി വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വേറൊരു പരിപാടി കൂടി. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് വരികയാണ്. നോബഡി ഈസ് ടീച്ചിങ് മീ നൗ. അപ്പൊ മീ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്, അത് നമ്മൾ മാറ്റി കഴിഞ്ഞപ്പോൾ സബ്ജക്റ്റ് ആയി. അപ്പൊ നമുക്ക് ഐ എന്ന് മാറ്റി. ഐ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ അത് ആം. ഐ ആം ബീയിങ്. കറക്റ്റ് ആണ്. ടീച്ച് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. തോട്ട്. ഐ ആം ബീയിങ് തോട്ട്. നൗ ഇപ്പോൾ. ബൈ ഇവിടെ നോക്കിയാൽ ശ്രദ്ധിക്കും. ഇവിടെ ബൈ എഴുതുമ്പോൾ നോബഡി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കറക്റ്റ് ആണ്. പക്ഷേ അവിടെ ചില ആൾക്കാർ ബൈ എനിബഡി എന്നോ എനിവണ്ടെന്നോ എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഒരു സെന്റൻസിൽ ഒരു നെഗറ്റീവ് വേർഡ് മതി, അത് മുഴുവൻ നെഗറ്റീവ് ആവാൻ. നമുക്കിപ്പോ തന്നിരിക്കുന്ന ഈ ഭാഷ നോബഡി ഈസ് ടീച്ചിങ് മീ എന്ന് പറയുമ്പോൾ എന്നെ ആരും പഠിപ്പിക്കുന്നില്ലെന്നല്ലേ. അപ്പൊ ആ നോബഡി എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് നമ്മൾ എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അപ്പൊ ഇത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എനിവണ്ണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എനിബഡി എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ബൈ കഴിഞ്ഞിട്ട് എനിവണ്ണോ എനിബഡിയോ ആണെങ്കിൽ ആ ആം കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടി ചേർക്കണം. അപ്പൊ ഇത് വരും ഐ ആം നോട്ട് ബീയിങ് ടോട്ട് നൗ ബൈ എനിബഡി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാം, I am being taught now by nobody. രണ്ട് രീതിയിൽ ഈ സെന്റൻസ് നമുക്ക് എഴുതാം. ഒരു സെന്റൻസിൽ രണ്ട് നെഗറ്റീവ് വേണ്ട, ഒരു നെഗറ്റീവ് മതി. അടുത്തത് they are not they are not troubling, troubling me, me now എന്നോട്. they are not troubling me now. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ശരിയല്ല, കറക്റ്റ്. ഓക്കെ, ശരി, കറക്റ്റ്. ഇനി ആരെങ്കിലും? അപ്പൊ ഈ ആരുമില്ല എന്ന് വിശ്വസിക്കുന്നതോടെ ഞാൻ എന്റെ ആൻസറിലോട്ട് വരാം. യെസ്.
Okay, Jessica. Okay, Safira. About the answer to Mariana. They are not troubling me now. Our important Buddhimutiki. Are a Buddhimutiki? Any Buddhimutiki. A very name. Object, me and an object. I got a mathematical material. Subject I in the matter. I. Yeah, I don't raise a video. I am. I am. ഇനി വേണ്ടതെന്ന് അതൊരു നോട്ട് ഉണ്ട്. അപ്പൊ ആ നോട്ടിന്റെ അത് കൂടി ചെയ്തെടുക്കാം. I am not being being troubled എന്നുള്ളതിന്റെ past participle troubled TROUBLED. I am not being troubled now by the okay. അപ്പൊ ഇപ്പൊ നമ്മള് മൊത്തം 4 ടെൻസ് മൊത്തം ടെൻസുകൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 4 ടെൻസുകളുടെ പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഓടിച്ചു പറയുകയാണ്. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ ഒബ്ജക്റ്റ് കഴിഞ്ഞ് ഈസെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് കഴിഞ്ഞ് വാസ് അല്ലെങ്കിൽ വേറെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഒബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ അല്ലെങ്കിൽ ഷാല് ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പോ നമ്മൾ പറഞ്ഞത് നോക്കിയത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ബി വെർബ് ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇത്രയും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ടെൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി നമുക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓക്കെ, yes. I am going to ask you some questions. All answers should start with the letter W, second letter O. W and O. ആദ്യത്തെ ലെറ്റർ W ആണ്, രണ്ടാമത്തെ ലെറ്റർ O ആണ്. O. Yes. ആ മോഡലിലാണ് നമ്മൾ ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. A fierce, FIERCE, dangerous nothing. A fierce animal that hunts, HUNTS, that hunts in pack. Rashmi, Arya, Jasna. Rashmi, Arya, and Jasna. Okay, okay. Gini correct ആണ്, Sarila correct ആണ്. കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കുന്നത്, ദാറ്റ് ഈസ് woof. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. Then next question is this: a female human being. Rashmi, Ginny, Jasna. Rashmi, Ginny വന്നിട്ടുണ്ട്. Okay, okay, okay. Ginny and okay, Safira, okay, Sanila, correct ആണ്. Women. അടുത്തത് an injury, INJURY, an injury that needs dressing. Oh, Jasna, you are intelligent. Jasna, Rashmi, Safira. Jasna, Rashmi and Safira. Okay, idea correct ആണ്, correct ആണ്. Correct ആണ്. Wound, WOUND, wound. Next, the value of something. The value of something. Rashmi, Jasna, Safira. Rashmi, Jasna and Safira. Okay, Ginny, okay, Soumya, okay, idea correct ആണ്, correct ആണ്. Yes, okay, 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 okay. Okay, Sanila, correct ആണ്. അടുത്തത് a religious practice.
a religious practice to honor, O-H-O-N-O-U-R, to honor God. A religious Sanila, Saumya, Safira. Sanila, Saumya, Safira. Okay. Okay. Saumya and Safira. Okay. Sanila, Saumya, Safira. Okay. I just Saumya approach to another choice. Okay. Very good. A religious practice to honor God. Argu. A tiny creature that, oh, yes, Rashmi, Arya, Safira. Rashmi, Arya, and Safira. Okay. Soumya, okay, Jasna, okay, Ginny, our Chodi Parayala Sami Murtila. Yes, this is another. Sambhav Chodi Parayana. A tiny creature you might find in fruits. You might find in fruits. Arthur. The earth with all its countries and people. The earth with its people, with all its countries. Rashmi, Sanila, Saumya. Rashmi, Sanila, and Saumya. Okay, Ginny, okay, Saumya, okay, Safira. Correct. World. Okay, the earth with all its countries and people. Next question. Trees are cut down for its dash. Trees are cut down for its dash. Sanila, Jasna, Arya. Sanila, Jasna, and Arya. Okay, correct. Okay, Ginny. Okay, Saumya, Sudish. Okay, Safira. Correct. Tree is cut for its wood. Yes. Arya. Very simple. The word used to express excitement. The word used to express excitement. Rashmi, Saumya, Jasna. Rashmi, Saumya, Jasna. Yes. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇതല്ല. ഇംഗ്ലീഷിൽ എല്ലാവർക്കും പറഞ്ഞ യെസ്. ജസ്ന, സനില, ജിനി. അവർക്ക് ജസ്നക്ക് നേരത്തെ കിട്ടിയതാണല്ലോ. സനില ഉണ്ട്. അപ്പൊ സനില ആൻഡ് ജിനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതായിരുന്നു. വാവ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. The word used to express excitement. അതാണ് വാവ്. യെസ്. Okay. രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പഠിക്കേണ്ട വിഷയം. Yes. A type of fabric, F-A-B-R-I-C, a type of fabric that comes from a sheep. Rashmi, Ginny, Safira. Rashmi, Ginny, and Safira. Okay, Soumya. Okay, Ginny. Okay, Arya. Yes, that is called wool. Okay, Salila, it's a correct answer. Very good. Okay, Jessica. Correct. Okay. W-O-O-L, wool. Yes. അടുത്ത ഞാൻ മീനിങ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വൺ വേർഡ് പറഞ്ഞാൽ to move unsteadily from side to side. To move unsteadily from side to side.
ടു ഒന്നുകൂടി ഉണ്ട്. ആ ഓക്കെ 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 ഓക്കെ. സഫീറ കറക്റ്റ് ആൻസർ. രശ്മി, സഫീറ, രശ്മി, ആര്യ. സഫീറ, രശ്മി ആൻഡ് ആര്യ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. യെസ്. അപ്പോ ഈ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായുള്ളൂ. ആ ഓക്കെ സൗമ്യ, ഓക്കെ ഓക്കെ. WOB, യെസ്. നമ്മൾ ഈ റിമൊക്കെ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ അത് ബാക്കിന് അണിയിപ്പിടിക്കാൻ പറയും ഷേക്ക് പറയും. അതേപോലെ അനങ്ങുന്നതിനെയാണ് ഈ വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഇന്നത്തെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമാണ്. ജിനി 3 പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ട്. സൗമ്യക്കും 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സനിലക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആര്യക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ജസ്നക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 6 പോയിന്റ്. ജസ്നക്ക് ലഭിച്ച അതേ പോയിന്റ് തന്നെയാണ് സഫീറക്ക് ലഭിച്ചിട്ടുള്ളത്. 6 പോയിന്റ് സഫീറക്ക് ലഭിച്ചിട്ടുണ്ട്. രശ്മിക്ക് 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പോ എന്താ പറയാ, ഇന്നും നിങ്ങളുടെ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു എന്ന് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ജയിച്ചവർക്കും ജയിക്കാത്തവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ പറയുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ ടെൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞത് 4 ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്. നമുക്ക് അടുത്ത 1-2 കാര്യങ്ങളും കൂടിയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രകടനം മെച്ചമായിരുന്നു പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, ശരിയില്ല.